ഹരിയും. ഗുരുവായൂരപ്പൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, ആദ്യന്തരഹിതനാണ്. ഭഗവാന് തുടക്കമോ ഒടുക്കമോ ഇല്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് കെട്ടി നിർത്താനും പറ്റുകയില്ല. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവൻ, പ്രപഞ്ചത്തെ അതിക്രമിച്ചു നിൽക്കുന്നവൻ. അത്രയും സൂക്ഷ്മഭാവമാണ് ഭഗവാന്റെ സ്വരൂപത്തിനുള്ളത്. സാധനയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാർ ഭഗവാനെ ഈ ഭാവത്തിൽ തന്നെയാണ് അറിയുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകമെന്ന് ഭട്ടതിരിയും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത്രയും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും ഭഗവത് അനുഭൂതിയുണ്ട്. എന്നാൽ സാധനയുടെ തുടക്കത്ത് നിൽക്കുന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഭഗവാന്റെ അനുഭൂതി സിദ്ധിക്കണമെങ്കിൽ ഗുരുവായൂർ എന്ന ക്ഷേത്രത്തിലേക്ക് വരണം. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ ഭഗവാനെ പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്നത്. ഭഗവാന്റെ അനുഭൂതി നമുക്കവിടെ ലഭിക്കുന്നത് സാന്ദ്രമായ ആനന്ദമായി തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ആ ആനന്ദത്തിൻ്റെ നിറവ് നമ്മൾ അനുഭവിക്കും. അപ്പോൾ ഭഗവാൻ സൂക്ഷ്മരൂപിയാണെന്നും സർവാന്തര്യാമിയാണെന്നും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണെന്നും നമ്മൾ അറിയും. അപ്പോൾ അതിസൂക്ഷ്മമായ അതിരഹസ്യമായി നിൽക്കുന്ന ആ പൊരുളിനെ പ്രത്യക്ഷപ്പെടുത്തി തരുന്ന വൈഭവമുള്ള അതിദിവ്യമായ പ്രദേശമാണ് ഗുരുവായൂർ. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പനുള്ളത്ര പ്രസക്തി തന്നെ ഗുരുവായൂർ പരിസരത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിനും ഉണ്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് എന്തെല്ലാം അറിയാൻ നമുക്ക് സാധിക്കുമോ അതെല്ലാം അറിയാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഗുരുവായൂർ തൊഴാനൊക്കെ വരുന്ന ആൾക്കാർ ആ ക്ഷേത്രത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അതിൻ്റെ ഓരോ ഭാഗവും മനസ്സിലാക്കാൻ ശ്രമിക്കണം. കണ്ണടച്ചാൽ അതെല്ലാം കാണാൻ പറ്റുന്ന വിധം അത് മനസ്സിൽ പതിപ്പിക്കണം. ആ ക്ഷേത്ര പരിസരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കണം. അവിടെയുള്ള പ്രതിഷ്ഠയുടെ സവിശേഷതകൾ മനസ്സിലാക്കണം. പൂജാക്രമങ്ങളെ മനസ്സിലാക്കണം. ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കണം. ഇതെല്ലാം തന്നെ അവൻ്റെ സാധനയുടെ ഭാഗമാകും. ഇതിലൂടെ അവൻ്റെ ഉപാസന കൂടുതൽ ബലപ്പെടും. അപ്പം അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെക്കുറിച്ച് എന്തെല്ലാം അറിയാൻ നമുക്ക് സാധിക്കുമോ, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് എന്തെല്ലാം അറിയാൻ സാധിക്കുമോ അതെല്ലാം അറിയാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അപ്പോൾ ഗുരുവായൂർ എന്ന ഈ പ്രദേശത്തെക്കുറിച്ച് ഏറ്റവും പഴയ പരാമർശം നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കോകസന്ദേശം എന്ന കൃതിയിലാണ്. 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടിട്ടുള്ള മണിപ്രവാള ഭാഷയിലുള്ള കൃതിയാണ് കോകസന്ദേശം. ഒരു കോകത്തെ, അതായത് കുയിലിനെ ദൂതായിട്ട് അയക്കുകയാണ്. അപ്പോൾ വടക്ക് നിന്ന് തെക്കോട്ടാണ് അയക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള സവിശേഷതകളെല്ലാം വർണ്ണിച്ചു കൊടുക്കുന്ന കവിതയാണത്. അതിൽ ഗുരുവായൂർ എന്ന സ്ഥലത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂർ എന്ന ഈ പ്രദേശം എങ്ങനെയായിരുന്നു, ഇവിടെ ഭഗവാന്റെ ആ പ്രൗഢി എന്തായിരുന്നുവെന്ന് നമുക്ക് ഇത് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഭഗവാന്റെ ഭക്തരെന്ന നിലയിൽ ഭഗവാന്റെ ക്ഷേത്രത്തോടുള്ള ആദരവോടുകൂടി നമുക്ക് ആ ഭാഗത്തെ ഒന്ന് വായിക്കാം. കോകസന്ദേശം വലിയ കൃതിയാണ്. അതിലെ 33-ാമത്തെ ശ്ലോകം മുതൽക്ക് 37-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളിലാണ് ഗുരുവായൂരിനെ കുറിച്ചുള്ള പരാമർശമുള്ളത്. 34-ൽ നിന്നാണ് തുടങ്ങുന്നത്, പക്ഷെ 33 മുതൽക്ക് നമുക്ക് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ആ 14-ാം നൂറ്റാണ്ടിൽ അത്രയും പഴക്കമുണ്ടായിരുന്ന ആ കാലഘട്ടത്ത് ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് ഇവിടെ ശോഭിച്ചതെന്ന് നമുക്ക് ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മണിപ്രവാള ഭാഷയിലാണ് കൃതി. സ്വൈരം മാർഗേ പുനരതുമിതും കണ്ടു വൈകിക്കൊലാനീ വൈരത്തൂർ ചെൻറുടറി നടകൊള്ളങ്ങു കാവീടു നോക്കി വൈരൻ തൊട്ടിണ്ടസുരശിരസ വട്ടുരുട്ടിക്കളിക്കും ഗൗരി യസ്മിൻ വിലസതി ജഗത് പാലനേ ജാഗരൂക. കോകത്തോട് പറയുകയാണ് കവി, അതും ഇതും നോക്കി നീ സമയം കളയരുത്. നിനക്കൊരു ലക്ഷ്യമുണ്ട്, അത് മനസ്സിലാക്കി നീ മുന്നോട്ട് പോകണം. അങ്ങനെ നീ പോകുമ്പോൾ വൈരത്തൂർ എന്ന സ്ഥലം എത്തും. വൈരത്തൂർ എന്നാൽ ഇന്നത്തെ വൈലത്തൂരാണ്. വൈലത്തൂരിൽ നിന്നും നീ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാവീട് എന്ന സ്ഥലം എത്തും. കോട്ടപ്പടിക്ക് അടുത്തുള്ള പ്രദേശമാണ്. അവിടെ നിനക്ക് ഭഗവതിയെ കാണാം, ഗൗരിയെ അവിടെ കാണാം. എങ്ങനെയുള്ള ഗൗരിയാണ്? ശത്രുവിൻ്റെ തലയെ പന്താക്കി കളിക്കുന്നവളാണ് ഗൗരി. അപ്പോൾ വളരെ രൗദ്രഭാവത്തിലിരിക്കുന്ന ഗൗരിയാണ്. കാവീടുള്ള ഭഗവതി ക്ഷേത്രത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ ജഗത് പാലനെ ജാഗരൂക വിലസതി, ലോകത്തെ മുഴുവൻ പാലിക്കുന്നതിൽ ശ്രദ്ധാലുവായിക്കൊണ്ട് അമ്മ ശോഭിക്കുന്നു എന്ന് 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ വൈലത്തൂരിൽ നിന്നും കാവീടെത്തി കാവീടുള്ള ഭഗവതിയെ കാണുകയാണ്.
ഇനി കാവീടുള്ള ഭഗവതിയെ തൊഴുതിട്ട് മുന്നോട്ട് പോകാൻ പറയുകയാണ്. അപ്പോൾ കോട്ടപ്പടി അടുത്തുള്ള പ്രദേശമാണ് കാവീട്. അവിടെ എത്തി 34-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അമ്പിൽ കുമ്പിട്ടചല തനയാം പിന്നെ നീ പോക പോനാൽ മുമ്പിൽ കാണാമഥ കുരുവയൂർ എൻറു പേരാം പ്രദേശം പിന്നെ കാണാം പെരുവഴി കഴിച്ചൊട്ടട് ഒട്ടെടു എടത്തങ്ങു ചെന്റാൽ ഉന്നിദ്രാംഭോരുഹ പരിമലോ ലാസിതോയം തടാകം. അവിടെയുള്ള ഭഗവതിയെ, കാവീടുള്ള ആ ഭഗവതിയെ, ആ ഗൗരിയെ നന്നായി തൊഴുതതിന് ശേഷം മുന്നോട്ട് പോവുക. അങ്ങനെ പോകുമ്പോൾ കുരുവയൂർ എന്ന പ്രദേശം കാണാൻ സാധിക്കും. കുരുവയൂർ എന്ന പ്രദേശമാണ് ഗുരുവായൂർ. അന്നത്തെ പേര് കുരുവയൂർ എന്നാണ്. അപ്പൊ ആ പ്രദേശം കാണാം. ആ പ്രദേശത്ത് ഒരു പെരുവഴിയുണ്ട്. ആ പെരുവഴിയിലൂടെ നടന്ന് കുറച്ചു മുന്നോട്ട് ചെന്നാൽ ഇടത്തു ഭാഗത്തായിട്ട് ഒരു പൊയ്ക കാണാൻ പറ്റും, ഒരു കുളം കാണാൻ പറ്റും. അവിടെ നിറയെ താമര വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ താമരയുടെ സുഗന്ധം അവിടെ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തീർത്ഥക്കുളത്തെയാണ് സൂചിപ്പിക്കുന്നത്. രുദ്രതീർത്ഥം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ആ കുളത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ കുളം നമുക്ക് പെരുവഴിയിലൂടെ നടന്നാൽ നമുക്ക് ഇടത്തായിട്ടത് കാണാൻ സാധിക്കുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ ആ തടാകത്തെ നമ്മൾ കണ്ടു. ഇതാണ് 34-ാമത്തെ ശ്ലോകം. അത് കഴിഞ്ഞ ആ പരിസരത്തെ വർണ്ണിക്കുകയാണ് 35-ാമത്തെ ശ്ലോകത്തിൽ. അപ്പൂമ്പൊയ്കരികിൽ മുഴുകിൻ കൂട്ടമാർത്തം കുഴറ്റും പുഷ്പാരാമ ക്ഷിതിരുഹഘടാരുദ്ധഘർമാംശു താപം ദൃപ്യദന്താവല കടതടി ഘൃഷ്ടമാണിക്യവപ്രം ശില്പശ്രീ ചേർന്നുയര വിലസും ഗോപുരാലിംഗി താഭ്രം. അവിടെ ആ പൊയ്കയിൽ ഒരുപാട് താമരകൾ വിരിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ആ താമരകളുടെ സുഗന്ധമുള്ള ആ പൊയ്കയുടെ അടുത്ത് ഒരു ഉദ്യാനമുണ്ട്, ഒരു ഉപവനമുണ്ട് എന്നാണ് പറയുന്നത്. ആ ഉപവനത്തിൽ നിറയെ പൂക്കളുള്ള വൃക്ഷങ്ങളാണ്. ആ വൃക്ഷങ്ങൾ നല്ലോണം പൂത്തു നിൽക്കാൻ ഒരുപാട് ഇലകളുണ്ട്. ആ വൃക്ഷങ്ങളുടെ പൂവിന്റെ സുഗന്ധത്തിന് ചുറ്റും വണ്ടുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അവിടെ ആ വൃക്ഷങ്ങളുടെ വലിപ്പം കാരണം സൂര്യന്റെ താപം എത്തുന്നില്ല. അപ്പൊ നല്ല തണലുള്ള പ്രദേശമാണ്. സൂര്യൻ എത്ര ജ്വലിച്ചു നിൽക്കുകയാണെങ്കിലും ആ പ്രദേശത്ത് തണുപ്പുണ്ടാവും. കാരണം ഈ വൃക്ഷങ്ങൾ ആ സൂര്യനിൽ നിന്നും ആ പ്രദേശത്തെ സംരക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഭാവമാണ്. അവിടെ വളരെയധികം ദർപ്പമുള്ള ആനകൾ, അന്താവളം എന്ന് പറഞ്ഞാൽ ആനയാണ്. അപ്പൊ ആനകള് വളരെ മതപ്പാടോടുകൂടി നിൽക്കുന്ന ആനകൾ ആ പ്രദേശത്തുണ്ട്, ആ ഉദ്യാനത്തിലുണ്ട്. അവര് ചെന്നിട്ട് അവരുടെ കവിൾ തടത്തെ ഉരയ്ക്കുന്ന മണികൾ പതിച്ചിട്ടുള്ള മതിലിനെ നമുക്ക് കാണാം. ക്ഷേത്രത്തിന്റെ മതിലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പെരുവഴിയിലൂടെ വന്ന് നമ്മൾ ക്ഷേത്രകുളത്തെ കണ്ടു. ആ ക്ഷേത്രകുളത്തിൽ താമരയുണ്ട്, അത് വിരിഞ്ഞു നിൽക്കുന്നു, അതിന്റെ സുഗന്ധമുണ്ട്. അതിൻ്റെ അടുത്ത് വലിയ ഒരു ഉദ്യാനമുണ്ട്, അവിടെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, അതെല്ലാം നല്ല പൂത്ത് നിൽക്കുകയാണ്. അപ്പൊ നല്ല തണലുള്ള പ്രദേശമാണ്. അവിടെ ആനകളുണ്ട്. ആ ആനകള് മതപ്പാടോടുകൂടി നല്ല ഗർവത്തിൽ നിൽക്കുകയാണ്. അവര് ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് അവിടെയുള്ള ആ മതിലിനെ, ക്ഷേത്ര മതിലിനെയാണ് പറയുന്നത്, അതിൽ അവരുടെ കവിട് ഉരസുന്നു. അങ്ങനെ ആ ഉരസല് കിട്ടിയിട്ടുള്ള മതിലാണ് അവിടെ നിൽക്കുന്നത്. ആ മതിലിലെല്ലാം മാണിക്യം പതിച്ചിട്ടുണ്ട്. അപ്പൊ വളരെയധികം പ്രൗഢിയോട് കൂടിയിട്ടുള്ള മതിലാണ്, സാധാരണ മതിലല്ല. അപ്പൊ മാണിക്യ വപ്രം, അവിടെ ശില്പശ്രീ ചേർന്നുയര വിലസും ഗോപുരാലിംഗി താഭ്രം, വളരെ ഉയരത്തിലുള്ള ഗോപുരത്തെ കാണാം. നന്നായി കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഗോപുരമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നല്ല ഉയരമുള്ളതാണ്, അഭ്രത്തെ ചുംബിക്കുന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്ന ഗോപുരമാണ്. അപ്പൊ ഗംഭീരമായ ഗോപുരം ഉണ്ടായിരുന്നു അന്ന് ഈ പ്രദേശത്ത്. നല്ല വലിയ മതിലായിരുന്നു. ആനകളൊക്കെ വന്ന് ഉരസനമെങ്കിൽ അത്രയും ബലം ആ മതിലിനുണ്ടാവണം. അതുപോലെ തന്നെ അതിൽ മാണിക്യമൊക്കെ പതിച്ചിട്ടുള്ള, അപ്പൊ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു അന്നെന്ന് നമുക്ക് ഇതിൽ നിന്നും ഗ്രഹിക്കാൻ സാധിക്കും. അപ്പൊ മനസ്സിൽ നമുക്ക് കാണാൻ പറ്റണം, അന്നത്തെ ഗുരുവായൂരിനെ കാണാൻ പറ്റണം. പെരുവഴിയിലൂടെ കാവീടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വരികയാണ്, ഗുരുവയൂർ പ്രദേശത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഇടത്തു ഭാഗത്തായിട്ട് പൊയ്ക കാണാം, അതിൽ താമര വിരിഞ്ഞു നിൽക്കുന്നു. അതിനടുത്തായിട്ട് ഉദ്യാനം കാണാം, വലിയ ഉദ്യാനമാണ്, ഒരുപാട് വൃക്ഷങ്ങൾ അതിൽ പൂത്തു നിൽക്കുന്നു. ആ പൂക്കളുടെ ചുറ്റും വണ്ടുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നു. നല്ല തണലുണ്ട് ആ പ്രദേശത്ത്. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്, പക്ഷെ താഴെ തണുപ്പാണ്. അവിടെ ആനകളുണ്ട്. ആ ആനകൾ വളരെ അഹങ്കാരത്തോടു കൂടി മതിലിനെ ചെന്ന് കവിളുകൊണ്ട് ഒരുക്കുന്നു. പക്ഷെ മതിൽ വളരെ ബലത്തോടു കൂടി നിൽക്കുന്നു. അതിൽ മാണിക്യം പതിച്ചിട്ടുണ്ട്. ഗംഭീരമായ, നല്ല കൊത്തുപണികളുള്ള ഗംഭീരമായ ഒരു ഗോപുരമുണ്ട്. ഇങ്ങനെയുള്ള ഗുരുവായൂരിനെയാണ് അന്ന് കവി കണ്ടിട്ടുള്ളത്, 14-ാം നൂറ്റാണ്ടിൽ. അത് കഴിഞ്ഞ് 36-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ചാലപ്പൊന്നിൻ കൊടിമുകളിൽ ഊയലാടും പതാകൻ ചാലേകത്തിൻ ഇടയിലും ഇഴും ധൂപസൗരഭ്യസാരം
നാനാവാദ്യധ്വനി മുഖരിതം ശാർംഗപാണേർ നിവാസ സ്ഥാനം പ്രാപ്യ പ്രണമശിരസ നീ തദീയം പദാബ്ജം. ആ ഗോപുരത്തിന്റെ അകത്ത് നിന്നും സ്വർണത്തിന്റെ കൊടിമരം കാണാൻ സാധിക്കും. അപ്പോൾ അന്ന് തന്നെ സ്വർണ്ണ കൊടിമരമാണ്. ചാലേ പൊന്നിൻ കൊടി മുകളിൽ നിൻറൂയലാടും പതാക. അതിൽ കൊടിയുണ്ട്. ആ കൊടി ഇങ്ങനെ പറക്കുന്നത് കാണാം. സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കൊടിമരമാണ്. അപ്പൊ മാണിക്യമുള്ള മതിലുകളാണ് സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കൊടിമരമാണെന്ന് പറയുമ്പോൾ തന്നെ ഭഗവാന്റെ ആ കാലത്തെ പ്രൗഢി എത്രയായിരിക്കുമെന്ന് മനസ്സുകൊണ്ട് കാണാൻ സാധിക്കണം. ആ സ്വർണ്ണ കൊടിമരത്തിൽ കൊടി ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. ആ ഭാവത്തിലാണ് ഇരിക്കുന്നത്. അവിടെ ഭഗവാന് വേണ്ടിയിട്ട് ധൂപം ഒഴിയുന്നുണ്ട്, പുകയ്ക്കുന്നുണ്ട്. പലതും ഭഗവാന് വേണ്ടിയിട്ട് പൂജ നടക്കുകയാണ്. അപ്പൊ അതിന്റെ ധൂപം ആ ജനാല വഴി പുറത്തേക്ക് വരുന്നുണ്ട്. ഗോപുരത്തിലൊക്കെ കുറച്ച് ദ്വാരങ്ങളുണ്ട്, അതിൽ നിന്നും അത് പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ആ ധൂപം നല്ല സൗരഭ്യമുണ്ട്, അത് നമുക്ക് അറിയാൻ പറ്റുമെന്ന് ആ കിളിയോട് പറയുകയാണ്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ പൂജ നടക്കുന്ന സമയമാണ്. നല്ല ഗംഭീരമായ ഗോപുരമാണ്, അകത്ത് പൂജ നടക്കുകയാണ്. കൊടിമരം നല്ല സ്വർണം പോലെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന കൊടിമരമാണ്. അതിൽ കൊടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ, ആ ഒരു ഭാവത്തിൽ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്, വാദ്യങ്ങളുടെ. നാനാ വാദ്യധ്വനി മുഖരിതം, വളരെയധികം വാദ്യം. അപ്പോൾ രാജാവിന്റെ ഭാവത്തിൽ ഭഗവാനെ പൂജിക്കുകയാണ്. ഭഗവാന്റെ പൂജ നടക്കുകയാണ്. അപ്പൊ പുക വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്, വാദ്യഘോഷങ്ങൾ കേൾക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഭഗവാനെ കൊണ്ടാടുന്ന പോലെ തന്നെ അന്നും കൊണ്ടാടിയിരുന്നു എന്നുള്ളതിന് സൂചനയാണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പൊ നല്ല വാദ്യഘോഷങ്ങളോടുകൂടി ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണ്. കാരണം ലോകത്തിന് മുഴുവൻ ചക്രവർത്തിയാണ് ഗുരുവായൂരപ്പൻ. ആ ഭാവത്തിൽ ഭഗവാനെ കൊണ്ടാടുകയാണ്. അപ്പൊ നല്ല വാദ്യഘോഷങ്ങൾ കേൾക്കുന്നുണ്ട്, സൗരഭ്യം ഇങ്ങനെ എല്ലായിടത്തും പകർന്നു നിൽക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ശാർംഗപാണേർ നിവാസസ്ഥാനം പ്രാപ്യ. ശാർംഗപാണി, ശാർംഗം എന്നാൽ വില്ലാണ്. ആരുടെ? മഹാവിഷ്ണുവിന്റെ. അപ്പൊ ശാർംഗത്തെ കയ്യിൽ ധരിച്ചവൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു, സാക്ഷാത് മഹാവിഷ്ണു നാരായണൻ ഗുരുവായൂരപ്പൻ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിവാസ സ്ഥാനം അവിടെയാണ്. ആ ശ്രീലകത്തേക്ക് നീ ചെല്ലുക. അപ്പൊ നമുക്ക് കാണാൻ പറ്റണം, ആ കാവിയുടെ ഭാഗത്ത് നിന്ന് പെരുവഴിയിലൂടെ നമ്മൾ വരുന്നു, പൊയ്ക കാണുന്നു, താമര നിറഞ്ഞു നിൽക്കുന്നു, അടുത്ത് ഉദ്യാനമുണ്ട്. ഉദ്യാനത്തിൽ ഒരുപാട് വൃക്ഷങ്ങൾ, അതിൽ ഒരുപാട് പൂക്കൾ, വണ്ടുകൾ നടക്കുന്നു, ആനയുണ്ട്. നല്ല തണുത്ത പ്രദേശമാണ്. ആന, നല്ല വലിയ മതിലുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും. ആ മതിലിൽ മാണിക്യങ്ങളുണ്ട്. അവിടെ ചെന്ന് ആന കവിൽ ഉരയ്ക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബലം താങ്ങാനുള്ള ശക്തി അതിനുണ്ട്. വലിയ ഗോപുരമാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല കൊത്തുപണികളുണ്ട്. അകത്തു നിന്നും നമുക്ക് സ്വർണത്തിന്റെ കൊടിമരം കാണാനുണ്ട്. അതിൽ കൊടി ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. ധൂപങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ആ ഗോപുരത്തിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. നല്ല മണമുണ്ട്, വാദ്യത്തിന്റെ ശബ്ദം കേൾക്കാനുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി ശ്രേഷ്ഠനായ ചക്രവർത്തി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ അകത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അകത്ത് ചെന്ന് നമ്മൾ ആ ശ്രീലകത്തിന്റെ മുമ്പിലെത്തി. സാക്ഷാത് മഹാവിഷ്ണു, ഭൂലോക വൈകുണ്ഠനാഥൻ ഗുരുവായൂരപ്പൻ അകത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് നമ്മൾ ഭഗവാനെ നമിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ശിരസാ നീ തദീയം പദാബ്ജം പ്രണമ. പ്രണമിച്ചാലും ഭഗവാന്റെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ നടയടച്ച ഭാവമാണ്. ഭഗവാന്റെ അകത്ത് പൂജ നടക്കുകയാണ്. അപ്പൊ ശ്രീലകത്ത് നിന്ന് നമുക്ക് ധൂപം വരുന്നതൊക്കെ അറിയുന്നുണ്ട്. നമ്മളതൊക്കെ ആസ്വദിച്ച് അവിടെ നിൽക്കാൻ, ഭഗവാനെ ഇപ്പോൾ കാണാൻ പറ്റുമെന്ന ഭാവത്തിൽ നമ്മുടെ അവിടെ നിൽക്കുകയാണ്. ഇതാണ് 36-ാമത്തെ ശ്ലോകം. ഇനി 37-ാമത്തെ ശ്ലോകത്തിൽ നട തുടക്കുകയാണ്. പറയുന്നു: ഉച്ചൈകാലത്തവിടെ വടിവിൽ ചെൻറു സോപാന പാർശ്വേ തിഷ്ടന്തീനാം കുവലയദൃശാം ദേവപൂജാവസാനേ പൃഥ്വി ദേവേശ്വര കരതലോ മുക്തതീർത്ഥാംബുസിക്തം വക്ത്രം ഭാതി പ്രതിനവസുധാസ്യന്തി വെൺതിങ്കൾ പോലെ. അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ഭക്തർ നിൽക്കുന്നുണ്ട്. ഭഗവാന് അന്നും ഭക്തരുടെ വളരെയധികം സമൃദ്ധിയുണ്ട്. കാരണം ഭഗവാൻ അത്രയും ശക്തിയുള്ളവനാണ്. അപ്പോൾ ഒരുപാട് ഭക്തർ വളരെ ശ്രദ്ധയോടുകൂടി സോപാനത്തിന്റെ 2 ഭാഗത്തുമായിട്ടും ആ നട നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ നമുക്കും ചെന്ന് നിൽക്കാം. അങ്ങനെ നമ്മൾ നിൽക്കുകയാണ്. അകത്ത് പൂജ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ആ പരിസരത്തുണ്ട്. ഭഗവാന്റെ പ്രൗഢി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആ വാദ്യഘോഷങ്ങൾ, ആ സുഗന്ധം, ഇതെല്ലാം അനുഭവിച്ച് ആ സ്വർണ്ണക്കൊടിമരം ഇതെല്ലാം കണ്ട് നമ്മൾ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചുറ്റുമുള്ള ഭക്തരെയൊക്കെ നോക്കുന്നു. വളരെയധികം സ്നേഹത്തോടുകൂടി ഭഗവാനെ പോലെ തന്നെ ശോഭിക്കുന്ന ഭക്തരാണ്. കാരണം ഭഗവാനെ ഉപാസിച്ച് ഭഗവാന്റെ ആ വൈഭവം ഒരല്പം ഭക്തരിലും തെളിയാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന ഭക്തരെ നമുക്ക് കാണാം. അങ്ങനെ കണ്ട് നമ്മൾ ആ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ദേവപൂജാവസാനെ, ദേവന്റെ പൂജ അവസാനിക്കുന്നു, നട തുറക്കുന്നു. ആ നട തുറക്കുന്ന സമയത്ത് പ്രഭാപൂരിതമായ ഭഗവാന്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കണം.
ആ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ശോഭിച്ച് നിൽക്കുകയാണ്, ലോക ചക്രവർത്തിയാണ്. അങ്ങനെ ശോഭിച്ച് നിൽക്കുന്ന ഭഗവാനെ നമ്മൾ കാണുന്നു. ആ ഭഗവാനെ നമ്മൾ സാഷ്ടാംഗം വീണ് പ്രണമിക്കുന്നു. ഗുരുവായൂരപ്പ നാരായണ രക്ഷ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് പൃഥ്വി ദേവേശ്വരൻ, അതായത് അകത്തുള്ള ശാന്തിക്കാരൻ, ആ ബ്രാഹ്മണൻ പുറത്തേക്ക് വന്ന് തീർത്ഥം ഓരോരുത്തർക്കും കൊടുക്കുന്നു. ആ തീർത്ഥം എല്ലാവരും എടുത്ത് അവരെ മുഖത്ത് വെച്ച് അതിലൂടെ അവർ ആ മുഖത്തിന്റെ ശോഭയെ ഒരു വെൺതിങ്കൽ പോലെ ശോഭിക്കുന്നു. അപ്പൊ നമ്മളും അവരോടൊപ്പം നിന്നുകൊണ്ട് ആ തീർത്ഥം വാങ്ങി ആ തീർത്ഥം സേവിച്ച് നമ്മുടെ ശിരസിലൊക്കെ തളിച്ച് ആ തീർത്ഥത്തിൻ്റെയും കൂടി സാന്നിധ്യം ഉണ്ടായപ്പോൾ കൂടുതൽ ശോഭയോടുകൂടി ആ ഭഗവാനെ നോക്കി ഒന്നും കൂടിയും വീണ് ഭഗവാനെ പ്രണമിച്ച് നമ്മൾ നിൽക്കുന്നു എന്ന ബോധം നമുക്കുണ്ടാവണം. ഈ ഭാവത്തിലാണ് ഗുരുവായൂർ പ്രദേശത്തെയും ഗുരുവായൂരപ്പനെയും കോക സന്ദേശം എന്ന കൃതി വർണ്ണിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രദേശത്തേക്ക് പോകുന്നതാണ്. അപ്പൊ ഭഗവാന്റെ ഒരു ദർശനം, 14-ാം നൂറ്റാണ്ടിലുണ്ടായ ദർശനം നമുക്ക് എല്ലാവർക്കും ഇന്ന് കിട്ടിയിരിക്കുന്നു. എത്ര ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. ഭഗവാൻ അന്ന് ഏതുപോലെ ശോഭിച്ചുവോ അതുപോലെ തന്നെ ഇന്നും ശോഭിക്കുന്നു. ഭക്തരുടെ എണ്ണത്തിൽ വർധന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഭഗവാന്റെ പ്രൗഢിക്ക് ഒരല്പം പോലും കുറവ് സംഭവിച്ചിട്ടില്ല. അന്ന് അവർ കണ്ട അതേ ആനന്ദം ഇന്നും എത്രയോ പേര് അനുഭവിക്കുന്നു. അന്ന് അവർ നേടിയ അതേ രക്ഷ ഇന്ന് എത്രയോ പേര് നേടുന്നു. അപ്പൊ ഇത്രയും വർഷങ്ങൾ ഇത്രയും പേരെ അനുഗ്രഹിച്ചുകൊണ്ട് ഇത്രയും പേരുടെ ഉപാസനയെ ഏറ്റുവാങ്ങി ഇങ്ങനെ ശോഭിച്ചു നിൽക്കുന്ന ആ ഗുരുവായൂരപ്പനെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമിക്കുന്നു. ഭഗവാന്റെ ഭാവം വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കണം. അപ്പൊ ഭഗവാന്റെ ചരിത്രമാണ് നമ്മൾ ഇന്ന് സ്മരിച്ചത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 14-ാം നൂറ്റാണ്ടിലുള്ള ഭാവമാണ്. അപ്പം അതിനു മുമ്പ് ഭഗവാന്റെ വൈഭവം എത്രയായിരിക്കും, ഏത് കാലത്താണ് ഈ ഉപാസന തുടങ്ങിയത് ഒന്നും നമുക്കറിയില്ല. എന്തായാലും 14-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂർ എന്ന ക്ഷേത്രമുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം ആ കാലഘട്ടത്തിലുള്ള വർണ്ണനയാണിത്. വളരെ പ്രൗഢിയോടുകൂടി തന്നെയാണ് ഗുരുവായൂരപ്പൻ അന്ന് ഇരുന്നത് എന്നും നമുക്ക് ഉറപ്പിക്കാം. കാരണം ആ വർണ്ണന മുഴുവൻ ആ ക്ഷേത്രത്തിന്റെ പ്രൗഢിയെ വിളിച്ചോതുന്നു. വളരെ സുന്ദരമായ പ്രദേശമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. ഭഗവാന്റെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു, അതുകൊണ്ട് ഭക്തരെല്ലാം ഇവിടെ അന്നും വന്നിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെയെല്ലാം ശോഭയോടുകൂടി ഇത്രയും വർഷം ഇരുന്നു കൊണ്ട് ഇനിയും കാലാകാലം ഭക്തരെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ ഈ ഒരു ചെറിയ ധ്യാനത്തെ സമർപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഹരി ഓം.